Hi everyone, welcome to I Plus Training Solutions. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെറ്റ് ഇംഗ്ലീഷിന് സ്ഥിരമായി ചോദ്യങ്ങൾ വരുന്ന ഹാനിഫ് ഖുറേഷിയെ കുറിച്ചാണ്. ഓക്കെ, ഹാനിഫ് ഖുറേഷി എന്ന പ്ലേ റൈറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. PYQ ആയിട്ട് ഇതിനു മുൻപ് ഈ ഒരു റൈറ്ററിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ഇനി സാധ്യതയുള്ള ചോദ്യങ്ങൾ, അതായത് നമ്മുടെ പ്രെഡിക്റ്റബിൾ ക്വസ്റ്റ്യൻസ്, ഈ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹാനിഫ് ഖുറേഷിയുടെ നിങ്ങളുടെ പോർട്രൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ദിസ് ഇസ് എ ഫേമസ് റൈറ്റർ ഹാനിഫ് ഖുറേഷി. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് പറയാനാണെങ്കിൽ Hanif Qureshi, born 5th December 1954, is a British Pakistani playwright, screenwriter, filmmaker and novelist. Okay, അപ്പോൾ ഒരു മൾട്ടിപ്പിൾ ജീനിയസ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അല്ലെ. പ്ലേ റൈറ്റ് ആണ്, സ്ക്രീൻ റൈറ്റർ ആണ്, ഫിലിം മേക്കർ ആണ്, നോവലിസ്റ്റ് ആണ്. He is known for his Oscar-nominated screenplay For My Beautiful Lawn Read and novel The Buddha of സുബുർബിയ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഈ ഒരു റൈറ്റർ എന്തൊക്കെ കാര്യങ്ങളുടെ പേരിലാണ് പോപ്പുലർ ആയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു സ്ക്രീൻ പ്ലേ ആണ്. നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടാവും, ദ ബ്യൂട്ടിഫുൾ ലോൺട്രീറ്റ് എന്നാണ് അതിന്റെ പേര് വരുന്നത്, ദ ബ്യൂട്ടിഫുൾ ലോൺട്രീറ്റ്. അതുപോലെ തന്നെ ഒരു നോവൽ ഉണ്ട്, ദ ബുദ്ധ ഓഫ് സുബുർബിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള നോവൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ദ ബുദ്ധ ഓഫ് സുബുർബിയ വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്ററിന്റെ ഒരു നോവലാണ്. അപ്പൊ ഇത് രണ്ടും PYQ ആണ്. മാച്ചപ്പ് സെക്ഷനിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റൈറ്ററുമായിട്ട് മാച്ച് ചെയ്യൂ എന്നുള്ള രീതിയിൽ. ദ ബുദ്ധ ഓഫ് സുബുർബിയ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, The collected screenplays of Hanif Qureshi includes his screenplays for My Beautiful Lawn Read, Sami and Rosie Get Laid, London Kills Me and My Song The Fanatic, അതുപോലെ തന്നെ Midnight All Day by Hanif Qureshi is a collection of short stories which confirm Qureshi's reputation as Britain's foremost chronicler. Okay, എന്താണ് ഈ ക്രോണിക്ലേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അവരെല്ലാ കാര്യങ്ങളെയും ചിട്ടയായി അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഒരു ഡയറി വായിക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ അടുത്ത് മാറ്റേഴ്സ് പ്രസന്റ് ചെയ്യുന്നത്. ഇതാണ് ഈ ക്രോണിക്ലേഴ്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ ക്രോണിക്കിൾ ചെയ്യുന്ന ആൾക്കാരെയാണ് ക്രോണിക്ലേഴ്സ് എന്ന് വിളിക്കുന്നത്. അവരുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ക്രീൻ പ്ലേ റൈറ്റർ ആണ്, അതുപോലെ തന്നെ ക്രോണിക്ലർ ആണ്, ഒപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു നോവലിസ്റ്റ് ആയിട്ടും ഒരു റൈറ്റർ ആയിട്ടും ഒക്കെയാണ്. ഓക്കെ, സോ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റെപ്യൂട്ടേഷൻ റൈസ് ആസ് ബ്രിട്ടൻസ് ഫോർമോസ്റ്റ് ക്രോണിക്ലർ. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെപ്യൂട്ടേഷൻ. ഹാനിഫ് ഖുറേഷി അറ്റൻഡഡ് ബ്രോംലി ടെക്നിക്കൽ ഹൈസ്കൂൾ ആൻഡ് സ്റ്റഡീഡ് ഫോർ A levels at Bromley College of Technology. While at this college, he was elected as Student Union President 1972. Some of the characters from his semi-autobiographical novel, The Buddha of Suburbia, are drawn from this period. Okay, അപ്പോൾ റൈറ്ററിന്റെ പ്രത്യേകതകൾ മനസ്സിലായോ? ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ ആയിട്ടുള്ള ദ ബുദ്ധ ഓഫ് സുബുർബിയ ഇദ്ദേഹത്തിന്റെ ഫേമസ് വർക്കാണ്. സെമി ഓട്ടോബയോഗ്രഫിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഫുള്ളി ഓട്ടോബയോഗ്രഫിക്കൽ ആണെങ്കിൽ അവരുടെ ആത്മകഥയായിരിക്കും അല്ലെ. നമുക്ക് ഒരുപാട് ആത്മകഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്റെ കഥ അല്ലെ, മൈ സ്റ്റോറി ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള മലയാളത്തിൽ തന്നെയുള്ള ആത്മകഥകളാണ്. ഓക്കെ, അപ്പൊ ഇതൊരു സെമി ഓട്ടോബയോഗ്രഫിക്കൽ ആണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ചില ഏടുകൾ അല്ലെങ്കിൽ ജീവിതവുമായിട്ട്, ഖുറേഷിയുടെ ജീവിതവുമായിട്ട് സിമിലർ കണക്ഷൻസ് ഉള്ള ഇൻസിഡൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. He spent a year studying philosophy at Lancaster University, then withdrew. He later attended King's College London and earned a degree in philosophy. Okay, ഫിലോസഫിയിൽ ഒരു ഡിഗ്രി ഒക്കെ നേടിയെടുക്കാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. He wrote My Beautiful Lawn Read in 1985 about a gay Pakistani British boy growing up in 1980s London for a film directed by Stephen Greers. Okay, പിന്നെ നമുക്ക് ഈ മൈ ബ്യൂട്ടിഫുൾ ലോൺ റീഡ് എന്ന് പറയുന്ന ഒരു സ്ക്രീൻ പ്ലേ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് വളരെ ഫേമസ് ആണെന്ന് പറഞ്ഞല്ലോ. സോ അത് എന്തിനെ കുറിച്ചുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗേ പാകിസ്ഥാനി ബ്രിട്ടീഷ് ബോയെ കുറിച്ചാണ്. ഹീസ് ഗ്രോയിങ് അപ്പ് ദെയർ ഇൻ ലണ്ടൻ ഇൻ ദ 1980s. അപ്പം ലണ്ടനിലെ 1980കളിലെ ലണ്ടന്റെ ഒരു ചിത്രം നമുക്ക് ഇതിൽ നിന്നും കിട്ടും. ഫോർ എ ഫിലിം ഡയറക്റ്റഡ് ബൈ സ്റ്റീഫൻ ഫ്രിയേഴ്സ്. ഓക്കെ, അപ്പൊ ഇത് ഡയറക്ട് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈ ബ്യൂട്ടിഫുൾ ലോൺ റീഡ് എന്ന് പറയുന്ന സ്ക്രീൻ പ്ലേ, ആ ഒരു സ്ക്രിപ്റ്റ് ഡയറക്ട് ചെയ്യുന്നത് നമ്മുടെ സ്റ്റീഫൻ ഫ്രിയേഴ്സ് ആണ് കേട്ടോ. സ്റ്റീഫൻ ഫ്രിയേഴ്സിന്റെ ഒരു സംവിധാനമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ സ്ക്രീൻ പ്ലേ എസ്പെഷ്യലി ദ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എക്സ്പീരിയൻസ് contained elements from Qureshi's experiences as the only Pakistani student in his ക്ലാസ് അറ്റ് സ്കൂൾ. ഓക്കെ, അപ്പൊ ഇനി വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ സ്കൂളിലായാലും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ക്ലാസ് റൂമിലായാലും ഓൺലി പാകിസ്ഥാനി സ്റ്റുഡന്റ്, സിംഗിൾ പേഴ്സൺ ആയിരുന്നു അവിടെ. ഓക്കെ, അപ്പൊ അതും ഒരു പ്രത്യേകതയാണ്. അപ്പൊ അങ്ങനെയും കുറെ തരത്തിലുള്ള വേർതിരിവുകളും അതുപോലെ തന്നെ കുറെ തരത്തിലുള്ള മാർജിനലൈസേഷൻ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. It won the New York Film
New York City Film Critics Best Screenplay Award and an Academy Award nomination for Best Original Screenplay. Okay, he also wrote the screenplay for Sammy and Rosie Get Laid 1987. Okay, അപ്പോൾ കുറെ സ്ക്രീൻ പ്ലേസ് ഒക്കെ എഴുതാനായിട്ട് തന്റെ കരിയറിൽ ഖുറേഷിക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഖുറേഷിയിൽ നിന്നുള്ള PYQ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്ലേയുടെ പേര് ചോദിച്ചിട്ടുണ്ട്, അത് ബ്യൂട്ടിഫുൾ ലോൺഡ്രീറ്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇതിന് ശേഷം പഠിച്ചതാണ് അത് ആരാണ് ഡയറക്റ്റ് ചെയ്യുന്നതെന്ന്, ആ ഒരു പേരും കൂടെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇനി അതുപോലെ തന്നെ നോവലാണ് അല്ലെ, നോവൽ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവലിന്റെ പേര് ദ ബുദ്ധ ഓഫ് സബർബിയ എന്നാണ് കേട്ടോ. ദ ബുദ്ധ ഓഫ് സബർബിയ എന്നാണ് ആ ഒരു നോവലിന്റെ പേര്. പിന്നെ അതുപോലെ തന്നെ ധാരാളം അച്ചീവ്മെന്റ്സ് ഒക്കെ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഫേമസ് വർക്ക്സുകളുടെ കൂട്ടത്തിൽ നമുക്ക് സാമി ആൻഡ് റോസി ഗെറ്റ് ലെയ്ഡ്, അതുപോലെ തന്നെ ലണ്ടൻ കിൽസ് മീ ആൻഡ് മൈ സോങ് ദ ഫാന്റാറ്റിക് ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഫാനാറ്റിക്. പിന്നെ അതുപോലെ തന്നെ മിഡ് നൈറ്റ് ഓൾ ഡേ ബൈ ഹനീഫ് ഖുറേഷി എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഈ ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് ഒക്കെ എപ്പോഴും ചോദ്യമായിട്ട് വരാറുണ്ട്. ആരുടെ ഷോർട്ട് സ്റ്റോറിയാണ്, ആരാണ് അത് എഴുതിയത്, എന്താണ് അതിനകത്ത് എന്താണ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള മെസ്സേജ്. എസ്പെഷ്യലി ഇങ്ങനെയുള്ള സമാഹാരങ്ങളാവുമ്പോൾ എന്ന് പറയുമ്പോൾ കളക്ഷൻ ആയിട്ട് വരുന്നതാകുമ്പോൾ, ഒരു കഥയല്ല ഒരു കൂട്ടം കഥകളാണ് നമുക്ക് കളക്ഷനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഖുറേഷിയെ കുറിച്ച് മൊത്തത്തിൽ പറയാനായിട്ടാണെങ്കിൽ ഒരു ആക്ടിവിസ്റ്റും കൂടെയാണ്. ഓക്കെ, ഒരുപാട് മേഖലകളിൽ ആരുടെയും ശ്രദ്ധ എത്താത്ത ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കാനായിട്ടും അവിടെ തന്റെ ഒരു വോയിസ് സ്റ്റേറ്റ് ചെയ്യാനായിട്ടും ഒക്കെ ആർക്ക് സാധിച്ചിട്ടുണ്ട്, നമ്മുടെ ഖുറേഷിക്ക് സാധിച്ചിട്ടുണ്ട്. അതും ഖുറേഷിയുടെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് എടുത്തു പറയാൻ സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത് സ്ക്രീൻ പ്ലേ എസ്പെഷ്യലി ദ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എക്സ്പീരിയൻസ്ഡ് കണ്ടൈൻഡ് elements from Qureshi's experience as the only Pakistani student in his class at school. Okay, സ്കൂളിലെ സിംഗിൾ പാകിസ്ഥാനി സ്റ്റുഡന്റിന് നേരിടേണ്ടതായി വന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. His book The Buddha of Suburbia 1990 won the White Bread Award for the best first novel and was made into a BBC television series with a soundtrack by David Bowie. Okay, അപ്പൊ ഇവിടെ നോക്കിയേ BBC യെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഈ BBC എന്ന് പറഞ്ഞാൽ? What do you mean by BBC? BBC എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ആണ് കേട്ടോ. BBC എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. അതൊക്കെ നമുക്ക് എക്സ്പാൻഷനിൽ ചോദിക്കും കേട്ടോ, നമ്മൾ പ്രതീക്ഷിക്കാത്തതൊക്കെ തന്നെ ചോദ്യത്തിൽ കയറി വരും. അപ്പൊ നമുക്ക് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ആണ് BBC എന്ന് പറയുന്നത്. BBCയുടെ ബാനറിൽ ഫിലിംസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയ അച്ചീവ്മെന്റ് ആയിട്ടും കൂടെയാണ് നമ്മൾ കാണുന്നത്. ഇൻ 1991 his feature film titled London Kills Me, okay, which he wrote and directed was released. അപ്പൊ അദ്ദേഹത്തിന്റെ ഫീച്ചർ ഫിലിമിന്റെ പേരാണ് ലണ്ടൻ കിൽസ് മീ എന്ന് പറയുന്നത്. ഓക്കെ, 1980കളിൽ ഇദ്ദേഹം ലണ്ടനിൽ ഉണ്ടായിരുന്നു. ലണ്ടനിൽ ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് റെഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ബുദ്ധ ഓഫ് സബർബിയ ആണ് ഇദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള നമ്മുടെ ഹാനിഫ് ഖുറേഷിയെ കുറിച്ചാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, 3 PYQ ആണ് നമുക്ക് ഹാനിഫ് ഖുറേഷിയിൽ നിന്നും ട്രേസ് ചെയ്യാനായിട്ട് സാധിച്ചത്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് എക്സാമിന് മുൻപ് ഹാനിഫ് ഖുറേഷിയെ കുറിച്ചും കൂടെ നോക്കി വെക്കാനായിട്ട് ശ്രമിക്കാം. മാക്സിമം ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, കീപ് ലേണിംഗ്. താങ്ക് യു.